പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ 2021 വർഷത്തിൽ നിങ്ങൾക്ക് +1 കെമിസ്ട്രിക്ക് ഫോക്കസ് പോയിന്റ് ആയിട്ട് ഗവൺമെന്റ് നിർദ്ദേശിച്ചു തന്നിരിക്കുന്ന പോർഷൻസിനകത്ത് നിന്ന് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം പറയുക എന്നുള്ളതാണ്. നമുക്ക് ഒന്നാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കാം. നിങ്ങളുടെ ഒന്നാമത്തെ ചാപ്റ്ററിന്റെ ടൈറ്റിൽ ഇങ്ങനെയായിരുന്നു, സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി. ഇതിൽ നിന്ന് ഫോക്കസ് ഏരിയയിലെ ഭാഗങ്ങൾ മാത്രം നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുന്നു. ആദ്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ് എന്നൊരു സെക്ഷൻ ഉണ്ട്. അതിൽ നിന്ന് പ്രധാനപ്പെട്ട ചില ലോസ് ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ ലോ ഇതാണ്, ലോ ഓഫ് ഡെഫിനിറ്റീവ് പ്രൊപ്പോർഷൻസ് ഓർ ലോ ഓഫ് ഡെഫിനിറ്റീവ് കോമ്പോസിഷൻ. ഈ ലോ പ്രപ്പോസ് ചെയ്തത് ജോസഫ് പ്രോസ്റ്റ് ആണ്. ലോ പറയുന്നത് ഇങ്ങനെയാണ്, എ ഗിവൺ കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻസ് എക്സാക്ട്ലി ദ സെയിം പ്രൊപ്പോർഷൻ ഓഫ് എലമെന്റ്സ് ബൈ വെയിറ്റ്. അതായത് ഒരു പ്രത്യേക കോമ്പൗണ്ടിനകത്ത് ഉള്ള എലമെന്റ്സിന്റെ റേഷ്യോ ബൈ വെയിറ്റ് വെച്ച് നോക്കുമ്പോൾ ആ എലമെന്റ്സിന്റെ റേഷ്യോ ഒരുപോലെയായിരിക്കും. എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡ് പല തരത്തിൽ അറ്റ്മോസ്ഫിയറിൽ ഫോം ചെയ്യുന്നുണ്ട്. അത് ഫോസിൽ ഫ്യൂവൽസിന്റെ ബേണിംഗ് വഴിയായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോഴായിരിക്കാം. അങ്ങനെ ഏതൊക്കെ തരത്തിലാണെങ്കിലും കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് അറ്റ്മോസ്ഫിയറിൽ ഫോം ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് കാർബണിന്റെയും ഓക്സിജന്റെയും മാസ് റേഷ്യോ എന്ന് പറയുന്നത് 3:8 ആയിരിക്കും. കാരണം നമുക്കറിയാം കാർബണിന്റെ ആറ്റോമിക് മാസ് എന്ന് പറയുന്നത് 12 ആണ്, ഓക്സിജന് 16 ആണ്. അപ്പോൾ 2 ഓക്സിജൻ ആറ്റം ആണപ്പോൾ 32 വരും. അപ്പോൾ നമ്മൾ റേഷ്യോ എടുക്കുവാണെങ്കിൽ 12:32 എന്നാണ് നമുക്ക് വരിക. അപ്പോൾ നമുക്കതിന് 4 നമുക്കൊരു കോമൺ ഫാക്ടർ ആണ്, അതിന്റെ 4 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ കാർബണിന്റെ 12നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 എന്ന് വരും. ഓക്സിജന്റെ 32വിനെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 8 എന്ന് കിട്ടും. അപ്പോൾ നമ്മളതിന്റെ സിമ്പിൾ റേഷ്യോ നോക്കുവാണെങ്കിൽ നമുക്ക് 3:8. അപ്പൊ ഇതാണ് പറയുക, നമ്മൾക്ക് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന കോമ്പൗണ്ട് ഏതൊക്കെ തരത്തിൽ ഏതൊക്കെ പ്രോസസ്സ് വഴി എവിടെയൊക്കെ ഫോം ചെയ്തിട്ടുണ്ട് എങ്കിലും ആ കോമ്പൗണ്ടിന്റെ അകത്ത്, അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ CO2 ആണെങ്കിൽ അവിടെ കാർബണും ഓക്സിജനും തമ്മിലുള്ള മാസ് റേഷ്യോ എന്ന് പറയുന്നത് 3:8 ആയിരിക്കും. അതുപോലെ നമുക്ക് ഏത് കോമ്പൗണ്ടിൽ വേണമെങ്കിലും നമുക്ക് അവിടെ എടുക്കാൻ പറ്റും. അപ്പോൾ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ, ഒരു കോമ്പൗണ്ടിന്റെ അകത്തുള്ള എലമെന്റുകളുടെ മാസ് റേഷ്യോ അല്ലെങ്കിൽ എലമെന്റുകൾ തമ്മിൽ മാസിൽ ഒരു ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ഉണ്ടായിരിക്കും. A given compound always contains exactly the same proportion of elements by weight. Okay. Then next law നമുക്ക് പഠിക്കാനുള്ളത് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ആണ്. ആദ്യമേ നമ്മൾ ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ പഠിച്ചു, ഇനി നമുക്ക് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻസ്. ദിസ് ലോ ഈസ് പ്രൊപ്പോസ്ഡ് ബൈ ജോൺ ഡാൾട്ടൺ. ജോൺ ഡാൾട്ടൺ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻസ് എന്ന് പറയുന്ന ലോ പ്രപ്പോസ് ചെയ്ത്. ലോ പറയുന്നത് എങ്ങനെയാണ്, ഇഫ് 2 elements can combine to form more than one compound, the different masses of one of the elements that combine with a fixed mass of the other element are in a simple whole number ratio. നമുക്ക് വലിയ കാര്യമായിട്ട് തോന്നും, ചെറിയ കാര്യമേ ഉള്ളൂ. If 2 elements can combine to form more than one compound, 2 elements തമ്മിൽ കമ്പൈൻ ചെയ്ത് ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ടുകൾ ഫോം ചെയ്യാൻ, 2 സെയിം എലമെന്റ്സ് തമ്മിൽ കമ്പൈൻ ചെയ്ത് ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ട്സ് ഫോം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ, പോസിബിലിറ്റി ഉണ്ടെങ്കിൽ, ദ ഡിഫറെന്റ് മാസസ് ഓഫ് വൺ ഓഫ് ദി എലമെന്റ്സ്, ആ ഡിഫറെന്റ് എലമെന്റ്സിനകത്ത് ഒരു എലമെന്റിന്റെ മാസ്, ദ ഡിഫറെന്റ് മാസസ് ഓഫ് വൺ ഓഫ് ദി എലമെന്റ്, ഒരു എലമെന്റിന്റെ മാസ് ഡിഫറെന്റ് ആയിരിക്കും. ദാറ്റ് കമ്പൈൻ വിത്ത് എ ഫിക്സഡ് മാസ് ഓഫ് ദി അതർ എലമെന്റ്, അത് കമ്പൈൻ ചെയ്യുന്ന മറ്റേ എലമെന്റിന്റെ മാസ് ഫിക്സഡ് ആയിരിക്കും. അവർ തമ്മിൽ there is a small whole number ratio എന്ന് പറഞ്ഞാൽ 2 എലമെന്റ്സ് തമ്മിൽ കൂടിച്ചേർന്നിട്ട് ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ട്സ് ഫോം ചെയ്യാനുള്ള പോസിബിലിറ്റി ഉള്ളപ്പോൾ ആ കമ്പൈൻ ചെയ്യുന്ന എലമെന്റ്സിനകത്ത് ഒരു എലമെന്റിന്റെ മാസ് ഫിക്സഡ് ആയിരിക്കും, അടുത്ത എലമെന്റിന്റെ മാസ് ഡിഫറെന്റ് ആയിരിക്കും. അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള മാസ് വരുന്ന എലമെന്റ്സ് ഏതാണോ ആ എലമെന്റ്സിന്റെ മാസുകൾ തമ്മിൽ ഒരു ചെറിയ ഹോൾ നമ്പർ റേഷ്യോ ഉണ്ടായിരിക്കും എന്നാണ് ലോ പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നമുക്ക് പല പല എക്സാമ്പിൾസ് വരും. ഇവിടെ നമ്മൾ ഒറ്റ എക്സാമ്പിളിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. നമുക്കറിയാം ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ കൂടിച്ചേരുമ്പോൾ വാട്ടർ ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട്, അതായത് H2O. അതുപോലെ തന്നെ ഹൈഡ്രജൻ പെറോക്സൈഡ് H2O2 ഫോം ചെയ്യാനുള്ള പോസിബിലിറ്റിയും ഉണ്ട്. അപ്പോൾ നമ്മൾ ബാലൻസ് ചെയ്ത് എഴുതുമ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതും, H2 plus half O2 gives H2O, H2 plus O2 gives H2O2. അപ്പോൾ ഇവിടെ നമുക്ക് ലോയിലേക്ക് നോക്കുവാണെങ്കിൽ 2 സെയിം എലമെന്റ്സ് തമ്മിലാണ് കമ്പൈൻ ചെയ്യുന്നത്. ഹൈഡ്രജനും ഓക്സിജനും എന്ന് പറയുന്ന 2 സെയിം എലമെന്റ്സ് തമ്മിൽ തന്നെ കമ്പൈൻ ചെയ്യുന്നു. ദേ ഫോം മോർ ദാൻ വൺ കോമ്പൗണ്ട്. അത് H2O ഫോം ചെയ്യാം, അല്ലെങ്കിൽ H2O2 ഫോം ചെയ്യാം. അതിനകത്ത് ഒരു എലമെന്റിന്റെ മാസ് ഫിക്സഡ് ആയിരിക്കും എന്ന് നമ്മൾ പറയുന്നു. രണ്ടിടത്തും H2 ആണ്. അതുകൊണ്ട് H2വിന്റെ മാസ് രണ്ട് കേസിലും 2 gram ആണ്.
ഇനി നമ്മൾ അടുത്തത് വരികയാണെങ്കിൽ അടുത്ത എലമെന്റിന്റെ മാസ് ഡിഫറെന്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. വാട്ടർ ഫോം ചെയ്യുന്ന കേസിൽ നമുക്ക് ഹാഫ് O2 ആണ് വരുന്നത്, അതായത് ഒരു ഓക്സിജൻ ആറ്റം ആണ് വരുന്നുള്ളൂ. അപ്പോൾ അതിന്റെ മാസ് 16 ഗ്രാം ആണ്. അതേസമയം H2O2 ഫോം ചെയ്യണമെങ്കിൽ, ഹൈഡ്രജൻ പെറോക്സൈഡ് ഫോം ചെയ്യണമെങ്കിൽ അവിടെ നമുക്ക് O2 ആണ് വേണ്ടത്. 2 ഓക്സിജൻ ആറ്റം, ഒരു ഓക്സിജൻ മോളിക്യൂൾ ഉണ്ട്. അപ്പോൾ അവിടെ 32 ഗ്രാം ആണ് ഓക്സിജന്റെ മാസ് വരുന്നത്. അപ്പോൾ രണ്ട് സെയിം എലമെന്റ്സ് തമ്മിൽ, ഹൈഡ്രജൻ ഓക്സിജൻ എന്ന് പറയുന്ന രണ്ട് സെയിം എലമെന്റ്സ് തമ്മിൽ കൂടി ചേർന്ന് H2O-യും H2O2 ഫോം ചെയ്യും. രണ്ട് ഡിഫറെന്റ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നു. അവിടെ H2 എന്ന് പറയുന്ന എലമെന്റിന്റെ മാസ് ഫിക്സഡ് ആണ്, 2 ഗ്രാം ആണ്. ഓക്സിജന്റെ മാസ് H2O-യുടെ കേസിൽ 16 ഗ്രാം ആണ്, H2O2-വിന്റെ കേസിൽ 32 ഗ്രാം ആണ്. ഇനി ആ ഡിഫറെന്റ് മാസ് ഉള്ള എലമെന്റുകളുടെ മാസുകൾ തമ്മിൽ റേഷ്യോ ഉണ്ടെന്നാണ് പറയുക. ഇവിടെ ഓക്സിജന് 16 ആണ്, ഇവിടെ ഓക്സിജന് 32 ആണ്. അപ്പോൾ 16:32, ഓർ നമുക്ക് അവിടെ 16 കോമൺ ഫാക്ടർ ഉണ്ട്. അപ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്യാം, ഓർ ദാറ്റ് ഈസ് 1:2. അപ്പോൾ രണ്ട് സെയിം എലമെന്റ്സ് തമ്മിൽ ഡിഫറെന്റ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ഫോം ചെയ്തു. അതിൽ ഒരു എലമെന്റിന്റെ മാസ് ഫിക്സഡ് ആണ്, അടുത്ത എലമെന്റിന്റെ മാസ് ഡിഫറെന്റ് ആണ്. ആ ഡിഫറെന്റ് മാസുകൾ തമ്മിൽ 1:2 എന്ന് പറയുന്ന ഒരു ചെറിയ ഹോൾ നമ്പർ റേഷ്യോ ഉണ്ട്. ഇത് വാട്ടറിന്റെ കേസിലും ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ കേസിലും 1:2 ആകും. അത് മറ്റൊരു കേസിലാണെങ്കിൽ വേറൊരു റേഷ്യോയിലേക്ക് മാറും. ഫോർ എക്സാമ്പിൾ, കാർബണും ഓക്സിജനും തമ്മിൽ കൂടിച്ചേരുമ്പോൾ നമുക്ക് അവിടെ CO ഫോം ചെയ്യാം, CO2 ഫോം ചെയ്യാം. നൈട്രജനും ഓക്സിജനും തമ്മിൽ കൂടിച്ചേരുമ്പോൾ അവിടെ NO ഫോം ചെയ്യാം, NO2 ഫോം ചെയ്യാം, N2O ഫോം ചെയ്യാം. ഇവിടെയെല്ലാം ഈ ലോ ആപ്ലിക്കബിൾ ആണ്. റേഷ്യോ ഡിഫറെന്റ് ആയിട്ട് വരുമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ആദ്യത്തേത് ലോ ഓഫ് ഡെഫിനിറ്റീവ് പ്രൊപ്പോർഷൻ, രണ്ടാമത്തേത് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. ശ്രദ്ധിക്കേണ്ട കാര്യം, ഡെഫിനിറ്റീവ് പ്രൊപ്പോർഷനിൽ നമ്മൾ പറയുന്നത് ഒരു കോമ്പൗണ്ടിനെ കുറിച്ച് മാത്രമാണ്. ആ കോമ്പൗണ്ടിനകത്തുള്ള എലമെന്റ്സുകൾ തമ്മിൽ വരുന്ന മാസ് റേഷ്യോയെ കുറിച്ചാണ്. മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ പറയുമ്പോൾ നമ്മൾ മൾട്ടിപ്പിൾ മീൻസ് മെനി. അപ്പൊ നമ്മൾ അവിടെ ആ ലോയ്ക്കകത്ത് നമ്മൾ പറയുന്നത് മോർ ദാൻ വൺ കോമ്പൗണ്ട്, രണ്ട് ഡിഫറെന്റ് കോമ്പൗണ്ട്സിനെ വെച്ചിട്ടാണ് നമ്മളവിടെ മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ പറയുന്നത്. ഈ രണ്ട് ലോസ് ആണ് നിങ്ങൾക്ക് ഈ വർഷം ഫോക്കസ് പോയിന്റിനകത്ത് ഉൾപ്പെടുത്തി നമുക്ക് പഠിക്കാനുള്ളത്. ഇതിന്റെ എക്സാമ്പിൾ കൂട്ടി നമുക്ക് പഠിക്കാം. ഇനി പഠിക്കാനുള്ള മറ്റൊരു ടോപ്പിക്കാണ് ആറ്റോമിക് മാസ്, മോളിക്കുലാർ മാസ് ആൻഡ് ഫോർമുല മാസ്. ഇവ തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ആറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മാസ് ഓഫ് ആൻ ആറ്റം. ഒരു ആറ്റത്തിന്റെ മാസിനെയാണ് നമ്മൾ ആറ്റോമിക് മാസ് എന്ന് പറയുക. വിശദീകരണത്തിലേക്ക് പോകുന്നില്ല, നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ആറ്റോമിക് മാസ് നമ്മൾ എപ്പോഴും AMU ആയിട്ടാണ് പറയുക. ആറ്റോമിക് മാസ് യൂണിറ്റ് ആണ് AMU എന്ന് പറയുന്നത്. 1 AMU എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 1.66056 ഇൻറ്റു 10⁻⁻⁴ ഗ്രാം എന്നുള്ളതാണ് അതിന്റെ വാല്യൂ. അപ്പോൾ ഈ വാല്യൂ നമുക്കറിയാമായിരിക്കണം. 1 AMU is equal to 1.66056 ഇൻറ്റു 10⁻⁻24 ഗ്രാം. അത് ഫുള്ളായിട്ട് ഓർക്കാൻ പറ്റിയില്ല എങ്കിൽ 1.66 ഇൻറ്റു 10⁻⁻24 ഗ്രാം എന്നുള്ളത് ഓർത്തിരിക്കണം. ഇനി മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സം ഓഫ് ആറ്റോമിക് മാസസ് ഓഫ് എലമെന്റ്സ് ഇൻ എ മോളിക്യൂൾ. ഒരു മോളിക്യൂളിനകത്തുള്ള ആറ്റോമിക് മാസുകളുടെ സമ്മാണ്. ഒരു മോളിക്യൂൾ ഉണ്ടാക്കിയിരിക്കുന്ന എന്തൊക്കെ എലമെന്റ്സ് കൊണ്ടാണ് അതിന്റെ എല്ലാം ടോട്ടൽ ആറ്റോമിക് മാസ് ആണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ വാട്ടറിന്റെ കേസ് എടുക്കുമ്പോൾ H2O എടുക്കുവാണെങ്കിൽ 2 ഹൈഡ്രജൻ ആറ്റവും ഉണ്ട്, ഒരു ഓക്സിജൻ ആറ്റവും ഉണ്ട്. ഹൈഡ്രജന്റെ ആറ്റോമിക് മാസ് 1 ആണ്, ഓക്സിജന്റെ 16 ആണ്. 2 ഹൈഡ്രജൻ നമുക്ക് ഇവിടെയുണ്ട്. അപ്പോൾ 2 × 1 + 16 ദാറ്റ് ഈസ് ഈക്വൽ ടു 18. അപ്പോൾ ഇതാണ് വാട്ടറിന്റെ മോളിക്കുലാർ മാസ്. ഇനി ഫോർമുല മാസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സം ഓഫ് ആറ്റോമിക് മാസസ് ഓഫ് ഓൾ ദി ആറ്റംസ് പ്രസന്റ് ഇൻ എ ഫോർമുല യൂണിറ്റ് ഓഫ് എ കോമ്പൗണ്ട്. ഫോർമുല മാസ് നമ്മൾ പറയുന്നത് മോളിക്യൂൾസിന്റെ കേസിലേക്കാണ്. മോളിക്കുലാർ മാസ് നമ്മൾ പറയുമ്പോൾ നമുക്കത് അയോണിക് കോമ്പൗണ്ട്സിന്റെ കേസിൽ നമ്മൾ പറയുന്നു. അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ NaCl സോഡിയം ക്ലോറൈഡിന്റെ ഫോർമുല മാസ് എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ആറ്റോമിക് മാസ് ഓഫ് Na പ്ലസ് ആറ്റോമിക് മാസ് ഓഫ് Cl. നമുക്കറിയാം NaCl എന്ന് പറയുന്നത്, നമ്മൾ സ്ട്രക്ചർ ഒക്കെ പഠിക്കുമ്പോൾ പിന്നീട് പഠിക്കും, NaCl എന്ന് പറയുന്ന ഒരു 3 ഡയമെൻഷണൽ സ്ട്രക്ചർ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന മോളിക്യൂൾ ആണ്. അപ്പോൾ നമുക്ക് ആ 3 ഡയമെൻഷണൽ സ്ട്രക്ചറിലുള്ള മുഴുവൻ NaCl യൂണിറ്റുകളുടെയും മാസ് കണ്ടുപിടിക്കുന്നത് അത്ര എളുപ്പമല്ല. അപ്പൊ നമ്മൾ നോക്കുന്നത് ആ 3 ഡയമെൻഷണൽ സ്ട്രക്ചർ ബിൽഡപ്പ് ചെയ്തിരിക്കുന്നതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള യൂണിറ്റ് ആണ് ഒരു NaCl യൂണിറ്റ് എന്ന് പറയുന്നത്. ആ NaClന്റെ വെയിറ്റ് ആണ് നമ്മളിപ്പോൾ ഫോർമുല മാസിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ ആറ്റോമിക് മാസ് ഓഫ് Na പ്ലസ് ആറ്റോമിക് മാസ് ഓഫ് Cl. സോഡിയത്തിന്റെ ആറ്റോമിക് മാസ് 23 ആണ്, ക്ലോറിന്റേത് 35.5 ആണ്. അപ്പോൾ നമുക്ക് 58.5 എന്ന് കിട്ടും. Therefore, formula mass of NaCl is equal to 58.5. ഇനി നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ് മോൾ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല.
1 mole is equal to 6.022 × 10⁻23 atoms. നമ്മൾ പഠിക്കുന്നതാണ് ഇത്. അവഗാഡ്രോ നമ്പർ എന്ന് പറയും. അവഗാഡ്രോ നമ്പറിന്റെ വാല്യൂ ആണ് 6.022 × 10⁻23. അപ്പോൾ ഒരു മോൾ ആറ്റം എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ളത് അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് ആയിരിക്കും. ഒരു മോൾ മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ളത് അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആയിരിക്കും. ശരിക്കും നമ്മൾ മോൾ എന്ന് പറയുന്ന ആ എണ്ണത്തെ അല്ല ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഒരു മോൾ ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ള അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റത്തിന്റെ എമൗണ്ട് ആണ്. 6.022 × 10⁻23 ആറ്റംസ് എന്ന് പറയുന്നതിന് എമൗണ്ട് എത്രയാണോ അതിനെയാണ് നമ്മൾ 1 മോൾ ആറ്റംസ് എന്ന് പറയുക. ഇനി 1 മോൾ മോളിക്യൂൾസ് ആണെങ്കിൽ അതിനകത്ത് അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടായിരിക്കും. ആ അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസിന്റെ എമൗണ്ട് എത്രയാണോ അതിനെയാണ് നമ്മൾ 1 മോൾ മോളിക്യൂൾസ് എന്ന് പറയുക. 1 മോൾ ബുക്സ് ആണെങ്കിൽ അതിനകത്ത് അവഗാഡ്രോ നമ്പർ ഓഫ് ബുക്സ് ഉണ്ടായിരിക്കും. 6.022 × 10⁻23 ബുക്സ് ഉണ്ടായിരിക്കും. ആ അവഗാഡ്രോ നമ്പർ ബുക്സിന്റെ എമൗണ്ട് എത്രയാണോ ദാറ്റ് ഈസ് 1 മോൾ ബുക്സ്. അപ്പോൾ മോൾ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെ കാണിക്കുന്ന യൂണിറ്റ് ആണ്. നമ്മൾ ഒരു ഡസൻ നമ്മൾ 12 എണ്ണം എന്ന് പറയുന്നുണ്ടല്ലോ, അതുപോലെ തന്നെയാണ് 1 മോൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് എപ്പോഴും അവഗാഡ്രോ നമ്പർ ആറ്റംസ് ഏതെങ്കിലും ടൈപ്പ് പാർട്ടിക്കിൾസ് ആയിരിക്കും അതിനകത്ത് വരിക. അതിന്റെ വെയിറ്റ് എത്രയാണോ ദാറ്റ് ഈസ് അതിന്റെ 1 മോൾ, അതിന്റെ എമൗണ്ട് അതാണ്. ഇവിടെ നമ്മൾ പഠിക്കുന്ന മറ്റൊരു ടേം ആണ് മോളാർ മാസ്. ഇറ്റ് ഈസ് ദ മാസ് ഓഫ് 1 മോൾ ഓഫ് എ സബ്സ്റ്റൻസ് ഇൻ ഗ്രാംസ്. ഒരു മോൾ സബ്സ്റ്റൻസിന്റെ മാസ് എത്രയാണോ അതിനെയാണ് നമ്മൾ അതിന്റെ മോളാർ മാസ് എന്ന് പറയുന്നത്. അത് 1 മോൾ ആറ്റംസ് ആയിരിക്കാം, 1 മോൾ മോളിക്യൂൾസ് ആയിരിക്കാം, 1 മോൾ ഇലക്ട്രോൺസ് ആയിരിക്കാം, 1 മോൾ ബുക്സ് ആയിരിക്കാം, 1 മോൾ സ്റ്റുഡൻസ് ആയിരിക്കാം, എന്ത് വേണമെങ്കിലും ആകാം. അപ്പോൾ മോളാർ മാസ് എന്ന് പറഞ്ഞാൽ ആ ഏത് സബ്സ്റ്റൻസ് ആണോ ആ സബ്സ്റ്റൻസിന്റെ 1 മോളിന്റെ മാസ് അതാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ടേം ആണ് ലിമിറ്റിംഗ് റിയേജന്റ്. ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറഞ്ഞാൽ ദ റിയാക്ടന്റ് ദാറ്റ് ലിമിറ്റ്സ് ദ എമൗണ്ട് ഓഫ് ഫോംഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ഈസ് കോൾഡ് ലിമിറ്റിംഗ് റിയേജന്റ്. നമ്മൾ സിമ്പിൾ ആയിട്ട് നമ്മുടെ ലൈഫിലേക്ക് വരികയാണെങ്കിൽ നമ്മളിപ്പോൾ കുറെ രൂപയൊക്കെ കൈ പിടിച്ചുകൊണ്ട് നമ്മൾ ഒരു കടയിൽ സാധനം മേടിക്കാൻ പോയി. അവിടെ ചെന്ന് നമ്മൾ കുറെ സാധനങ്ങളൊക്കെ മേടിച്ചപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങൾ നമ്മൾ വേറെ കൊണ്ട് അപ്പോൾ നമ്മളിത് മേടിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എങ്കിൽ നമ്മളത് മേടിക്കുവാണ്. അങ്ങനെ മേടിച്ച് വന്ന് അവസാനം നമ്മൾ അതിന്റെ ബില്ല് എടുക്കുമ്പോഴാണ് നമ്മുടെ കയ്യിലുള്ള പൈസ അവിടെ തികയല. അപ്പൊ നമുക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറെ സാധനങ്ങൾ അവിടെ ലിസ്റ്റിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട കുറെ സാധനം നമ്മളോട് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. പക്ഷേ അത് മേടിക്കാനായിട്ട് എൻ്റെ കയ്യിലുള്ള കാശ്, എൻ്റെ കയ്യിലുള്ള എമൗണ്ട് തികയുന്നില്ല. അപ്പോൾ അവിടെ എൻ്റെ കയ്യിലുള്ള ക്യാഷ് എന്ന് പറയുന്നത് എൻ്റെ മേടിക്കാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റിനെ അവിടെ പരിമിതപ്പെടുത്തുവാണ്, ലിമിറ്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എൻ്റെ ലിമിറ്റിംഗ് റിയേജന്റ് അല്ലെങ്കിൽ എൻ്റെ ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് എൻ്റെ കയ്യിലുള്ള ക്യാഷ് ആണ്. അപ്പോൾ ഇതാണ് നമ്മൾ കെമിസ്ട്രിയിലേക്ക് വരികയാണെങ്കിൽ നമ്മളൊരു കെമിക്കൽ റിയാക്ഷൻസ് എടുക്കുമ്പോൾ അവിടെ 2 റിയാക്ടൻസ് തമ്മിൽ കമ്പൈൻ ചെയ്ത് പ്രൊഡക്ട്സ് ഫോം ചെയ്യുന്ന കേസ് നമുക്കറിയാം. അപ്പൊ അവിടെ ആ മിക്സ് ചെയ്യുന്ന അല്ലെങ്കിൽ കമ്പൈൻ ചെയ്യുന്ന കമ്പോണൻസിനകത്ത് ഏതാണോ ആ റിയാക്ഷനെ ലിമിറ്റ് ചെയ്യുന്നത് അതാണ് അതിന്റെ ലിമിറ്റിംഗ് റിയേജന്റ്. ദ റിയാക്ടന്റ് ദാറ്റ് ലിമിറ്റ്സ് ദ എമൗണ്ട് ഓഫ് പ്രൊഡക്റ്റ് ഫോംഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷനിൽ പ്രൊഡക്റ്റ് ഫോം ചെയ്യുമ്പോൾ അത് എന്തുമാത്രം പ്രൊഡക്റ്റ്, അതിന്റെ എത്ര എമൗണ്ട് പ്രൊഡക്റ്റ് ഫോം ചെയ്യണം എന്നുള്ളതിനെ ലിമിറ്റ് ചെയ്യുന്ന ഒരു റിയാക്ടന്റ് ഉണ്ട്. ആ റിയാക്ടന്റ് ആണ് അതിന്റെ ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറയുക. അപ്പോൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ റിയാക്ടന്റ് ദാറ്റ് ലിമിറ്റ്സ് ദ പ്രൊഡക്റ്റ് ഫോംഡ്. ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഒരു പ്രൊഡക്റ്റ് ഫോം ചെയ്യുമ്പോൾ അതിന് എന്തുമാത്രം പ്രൊഡക്റ്റ് ഉണ്ടാകണമെന്ന് തീരുമാനിക്കുന്ന ആരാണോ അല്ലെങ്കിൽ ആ ഉണ്ടാകുന്ന പ്രൊഡക്റ്റിന്റെ എമൗണ്ടിനെ ലിമിറ്റ് ചെയ്യുന്നത് ആരാണോ അതിനെയാണ് നമ്മൾ ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറയുക. ഇതിന്റെ പ്രോബ്ലംസ് ഒരുപാട് പരീക്ഷയ്ക്ക് വരുന്നതാണ്. എല്ലാ വർഷവും ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ വരുന്നതാണ്. നമുക്ക് ഒരു പ്രോബ്ലം മാത്രം നോക്കാം. 50 kilogram N2 and 10 kilogram H2 are mixed to produce NH3. Identify the limiting reagent. സാധാരണ പരീക്ഷയ്ക്ക് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. 50 കിലോഗ്രാം നൈട്രജനും 10 കിലോഗ്രാം ഹൈഡ്രജനും കൂടെ മിക്സ് ചെയ്തിട്ട് NH3 ഉണ്ടാക്കുന്നു, അമോണിയ ഉണ്ടാക്കുന്നു. അതിനകത്ത് ആരാണ് ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് കണ്ടുപിടിക്കണം. ഇതിന്റെ കൂടെ ഒരു ക്വസ്റ്റ്യൻ കൂടെ വരാറുണ്ട്, എന്തുമാത്രം അമോണിയ ഫോം ചെയ്തു എന്നുള്ളതും ചോദിക്കാറുണ്ട്. നമ്മൾ ലിമിറ്റിംഗ് റിയേജന്റിനെ കണ്ടുപിടിക്കുന്ന സെക്ഷൻ കൊണ്ട് ലിമിറ്റ് ചെയ്യാണ്, ബാക്കി പ്രോബ്ലംസ് നമ്മുടെ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ളത് കൊണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം നമുക്ക് തന്നിരിക്കുന്ന റിയാക്ടന്റും പ്രൊഡക്റ്റും ഏതാണോ അതിന്റെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ നമ്മൾ എഴുതണം. നമുക്കറിയാം നൈട്രജനും ഹൈഡ്രജനും നമ്മൾ കമ്പൈൻ ചെയ്യുമ്പോൾ NH3 ഫോം ചെയ്യുന്നത്. N2 + H2 gives NH3. അപ്പൊ ഇത് ബാലൻസ്ഡ് അല്ല. ഇപ്പം നമുക്ക് അതിനെ ബാലൻസ് ആക്കാൻ വേണ്ടി ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം, റിയാക്ടന്റിന് അവിടെ നമുക്ക് 2 ഹൈഡ്രജൻ ആണ്, പ്രൊഡക്റ്റിന് ഇവിടെ നമുക്ക് 3 ഹൈഡ്രജൻ ഉണ്ട്. ഇവിടെ നമുക്ക് 2 നൈട്രജൻ ഉണ്ട്, ഇവിടെ നമുക്ക് 1 നൈട്രജനേ ഉള്ളൂ. അപ്പൊ നമുക്കത് ബാലൻസ്ഡ് അല്ല. അപ്പൊ നമുക്കതിനെ ബാലൻസ് ചെയ്യാം. നമുക്കിവിടെ N2 + 3H2 gives 2NH3. ഇപ്പോൾ ഈ ഇക്വേഷൻ ബാലൻസ്ഡ് ആണ്. നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്നതാണ് അമോണിയയുടെ ഇക്വേഷൻ. ഹേബർ പ്രോസസ് വഴി അമോണിയ സിന്തസൈസ് ചെയ്യുമ്പോൾ
അതിന്റെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും പഠിക്കുന്നതാണ്. അപ്പോൾ N2 + 3 H2 gives 2NH. ഇതാണ് അതിന്റെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. ഇനി നമ്മളിവിടെ റിയാക്ടൻസിന്റെ സൈഡിലേക്ക് ഒന്ന് നോക്കുകയാണ്. അവിടെ നൈട്രജനും ഹൈഡ്രജനും തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ NH3 ഫോം ചെയ്യും, നമ്മളിവിടെ കണ്ടു. അപ്പോൾ ഇവിടെ നമ്മൾ അതിന്റെ മോൾ റേഷ്യോ നോക്കുവാണെങ്കിൽ N2 എന്ന് പറയുന്നത് 1 എടുക്കുമ്പോൾ H2 എന്ന് പറയുന്നത് 3 ആണ്. അതായത് N2 ഈസ് H2, നൈട്രജൻ ഹൈഡ്രജൻ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് 1:3 റേഷ്യോയാണ്. അതായത് നൈട്രജൻ എടുക്കുന്നതിന്റെ 3 ഇരട്ടി ഹൈഡ്രജൻ എടുക്കണം, എങ്കിലേ നമുക്ക് NH3 ഉദ്ദേശിക്കുന്നത് പോലെ ഫോം ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. റേഷ്യോ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് 50 കിലോഗ്രാം നൈട്രജൻ എടുത്തു, 10 കിലോഗ്രാം H2 എടുത്തു. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകും, ഈ റേഷ്യോയിൽ നമുക്ക് മനസ്സിലാകും 15 കിലോഗ്രാം നൈട്രജൻ എടുത്തിട്ടുണ്ട് എങ്കിൽ അതിന്റെ 3 ഇരട്ടി ഹൈഡ്രജൻ വേണം. ദാറ്റ് ഈസ് 150 കിലോഗ്രാം ഹൈഡ്രജൻ ആണ് എടുക്കേണ്ടത്. എന്നാലേ നമുക്കിവിടെ അതിനനുസരിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് NH3 ഫോം ചെയ്യത്തുള്ളൂ. അപ്പോൾ പക്ഷേ ഇവിടെ 10 കിലോഗ്രാം ഹൈഡ്രജൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ എന്ത് പറ്റി? നമ്മൾ 50 കിലോഗ്രാം നൈട്രജൻ എടുത്തിട്ടുണ്ട് എങ്കിലും അതിന്റെ 3 ഇരട്ടി ഹൈഡ്രജൻ ഇല്ലാത്തത് കൊണ്ട്, ഹൈഡ്രജൻ 10 കിലോഗ്രാം മാത്രമേ ഉള്ളൂ എന്നതുകൊണ്ട് ആ ഹൈഡ്രജന്റെ 10 കിലോഗ്രാമിനനുസരിച്ചിട്ടുള്ള പ്രൊഡക്റ്റേ ഫോം ചെയ്യത്തുള്ളൂ അവിടെ. അപ്പോൾ therefore hydrogen is the limiting reagent. അപ്പോൾ ഇനി നമ്മൾ നോക്കേണ്ടത് 3 moles H2 എടുത്തിട്ടുണ്ടെങ്കിൽ 2 mol NH3 ഉണ്ടാകും. ആ 3 mol H2 എത്ര ഗ്രാം ആണെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ 10 കിലോഗ്രാം ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ എത്ര NH3 ഉണ്ടാകുമെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ ലിമിറ്റിംഗ് റിയാജന്റ് കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. ആദ്യമേ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആനുപാതികമായിട്ടുള്ള ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എഴുതുക. അതിൽ നിന്ന് റിയാക്ടൻസിന്റെ റേഷ്യോ എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ആ റേഷ്യോയ്ക്ക് അനുസരിച്ചുള്ള പ്രൊഡക്റ്റ് റിയാക്ടന്റ് ആണോ എടുത്തിരിക്കുന്നത് എന്നുള്ളത് നോക്കുക. അവിടെ ഏതെങ്കിലും ഒന്ന് കുറവായിരിക്കും. അപ്പോൾ നൈട്രജൻ ഇവിടെ നമുക്ക് നൈട്രജനും ഹൈഡ്രജനും 1:3 റേഷ്യോയിലാണ് മിക്സ് ചെയ്യേണ്ടത്. പക്ഷേ ക്വസ്റ്റ്യന്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് നൈട്രജൻ 50 കിലോഗ്രാം, ഹൈഡ്രജൻ 10 കിലോഗ്രാം. നൈട്രജന്റെ 3 ഇരട്ടി ഹൈഡ്രജൻ 150 കിലോഗ്രാം ഹൈഡ്രജൻ വേണ്ടെടുത്ത് 10 കിലോഗ്രാം ഹൈഡ്രജൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും 50 കിലോഗ്രാം നൈട്രജൻ ആനുപാതികമായിട്ടുള്ള NH3 ഉണ്ടാകത്തില്ല. ഈ 10 കിലോഗ്രാം ഹൈഡ്രജൻ ആനുപാതികമായിട്ടുള്ള NH3 ഉണ്ടാകത്തുള്ളൂ. Therefore hydrogen is the limiting reagent. ഇത്രയുമാണ് നമുക്ക് ഒന്നാമത്തെ ചാപ്റ്റർ സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് പ്രധാനപ്പെട്ടതായിട്ട് പറഞ്ഞിരിക്കുന്ന ഫോക്കസ് പോയിന്റിലെ പോർഷൻസ്. ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാറുള്ള ചില ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്വസ്റ്റ്യൻ വരുന്ന പാറ്റേൺ നമുക്ക് മനസ്സിലാവും. സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണിത്. ഇതുപോലെ വരുമെന്നല്ല, നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് പരിചയപ്പെട്ടിരിക്കുക എന്നുള്ളത് മാത്രം. ഫസ്റ്റ് വൺ, സ്റ്റേറ്റ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ വിത്ത് എക്സാമ്പിൾ. നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞതാണ്. ഹൂ പ്രൊപ്പോസ്ഡ് ദിസ് ലോ? അപ്പോൾ ഈ ക്വസ്റ്റിന് 2 പാർട്ട് ഉണ്ട്. ഒന്ന്, ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ എന്താണ് നമ്മൾ അതിനെ സ്റ്റേറ്റ് ചെയ്യണം. ആരാണ് ഈ ലോ പ്രൊപ്പോസ് ചെയ്തത്? അപ്പൊ ലോയുടെ ഡെഫിനിഷൻ എന്താണെന്നുള്ളത് നമ്മൾ ഏറ്റവും ആദ്യമേ പഠിച്ചപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിന്റെ ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആരാണ് പ്രൊപ്പോസ് ചെയ്തത്? ജോസഫ് പ്രോസ്റ്റ് ആണെന്നും കൊടുത്തിട്ടുണ്ട്. ഇനി ചിലപ്പോൾ അത് എക്സ്പ്ലെയിൻ എന്നാ പറയുന്നെങ്കിൽ നമ്മൾ അതിന്റെ എക്സാമ്പിൾ കൂടി എഴുതണം. അങ്ങനെ ഒരു ക്വസ്റ്റ്യനും വരും. മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, സ്റ്റേറ്റ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻസ് വിത്ത് എക്സാമ്പിൾ ഹൂ പ്രൊപ്പോസ് ദിസ് ലോ. ഇവിടെയും ഉണ്ട് 2 ചോദ്യങ്ങൾ. ഒന്ന്, നമുക്ക് ആ ലോ സ്റ്റേറ്റ് ചെയ്യണം. 2, അത് ആരാണ് പ്രൊപ്പോസ് ചെയ്തതെന്ന് നോക്കണം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വരാറുള്ളത് എങ്ങനെയാണ്, ഹൈഡ്രജൻ കമ്പൈൻസ് വിത്ത് ഓക്സിജൻ ടു ഫോം 2 കോമ്പൗണ്ട്സ് വാട്ടർ ആൻഡ് ഹൈഡ്രജൻ പെറോക്സൈഡ്. വിച്ച് ലോ ഈസ് ഒബെയ്ഡ് ബൈ ദിസ് കോമ്പിനേഷൻ? സ്റ്റേറ്റ് ദ ലോ. ഇവിടെ ആദ്യം ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഹൈഡ്രജൻ കമ്പൈൻസ് വിത്ത് ഓക്സിജൻ ടു ഫോം 2 കോമ്പൗണ്ട്സ് വാട്ടർ ആൻഡ് ഹൈഡ്രജൻ പെറോക്സൈഡ്. ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ 2 കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നുണ്ട്, വാട്ടറും ഹൈഡ്രജൻ പെറോക്സൈഡും. വിച്ച് ലോ ഈസ് ഒബെയ്ഡ് ബൈ ദിസ് കോമ്പിനേഷൻ? നമ്മൾ പഠിച്ചിരിക്കുന്നതാണിത് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. 2 സെയിം എലമെന്റ്സ് തമ്മിൽ കൂടിച്ചേർന്നിട്ട് ഡിഫറെന്റ് കോമ്പൗണ്ട്സ് ഉണ്ടാകുന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വിച്ച് ലോ ഈസ് ഒബെയ്ഡ് എന്നുള്ള ക്വസ്റ്റിന്റെ ആൻസർ ആണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. ദെൻ സ്റ്റേറ്റ് ദ ലോ. അതിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും സ്ഥാനത്ത് കാർബണും ഓക്സിജനും ആകാം, നൈട്രജനും ഓക്സിജൻ, ഏത് വേണമെങ്കിലും വരാം. അപ്പൊ നമുക്ക് നോക്കേണ്ട കാര്യം 2 സെയിം എലമെന്റ്സ് തമ്മിൽ കൂടി ചേർന്നിട്ടാണോ ഡിഫറെന്റ് പ്രോഡക്റ്റ് ഉണ്ടാകുന്നത് നോക്കുക. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. ഇനി അതല്ല, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കോമ്പൗണ്ടിന്റെ കാര്യം മാത്രമേ, ഒരു സിംഗിൾ കോമ്പൗണ്ടിന്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂവെങ്കിൽ ദാറ്റ് ഈസ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. അപ്പൊ 4ാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, the ratio between hydrogen and oxygen in water is always 1:8. Name and state the law behind it. അപ്പോൾ ഹൈഡ്രജനും ഓക്സിജനും, വാട്ടറിനകത്തുള്ള ഹൈഡ്രജനും ഓക്സിജനും എപ്പോഴും അതിന്റെ റേഷ്യോ 1:8 ആണ്.
അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. നെയിം ആൻഡ് സ്റ്റേറ്റ് ദ ലോ ബിഹൈൻഡ് ഇറ്റ്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് ഏത് ലോ ആണെന്ന് പറയണം, ആ ലോ നമ്മൾ അതിന്റെ സ്റ്റേറ്റ്മെന്റ് എഴുതുകയും വേണം. അപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് ഒരു കോമ്പൗണ്ടിന്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. വാട്ടർ എന്ന് പറയുന്ന കോമ്പൗണ്ടിന്റെ അകത്ത് ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും റേഷ്യോ എപ്പോഴും 1:8 ആയിരിക്കും. അത് നമ്മൾ പഠിച്ചിരിക്കുന്ന ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. ഒരു സിംഗിൾ കോമ്പൗണ്ടിനെ കുറിച്ച് മാത്രം പറയുന്നത് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. പല കോമ്പൗണ്ട്സിനെ കുറിച്ച് പറയുന്നത് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. അപ്പൊ ആ വാക്കിൽ നമ്മൾ ഓർത്തിരിക്കണം. ഡെഫിനിറ്റ് മീൻസ് കറക്റ്റ് ആണ്, ഇതിലേക്ക് മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ, ഒറ്റ കോമ്പൗണ്ട് മാത്രം. മൾട്ടിപ്പിൾ ആകുമ്പോൾ നമ്മൾ മോർ ദാൻ വൺ, എപ്പോഴും നമുക്ക് ആ വാക്കിൽ നിന്ന് നമുക്കത് മാറിപ്പോകാതെ നമുക്കത് എഴുതാൻ പറ്റും. അപ്പോൾ ഈ രീതിക്കും ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒന്നുകിൽ ഡയറക്റ്റ് ആയിട്ട് ലോ എഴുതാൻ വേണ്ടി ചോദിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടും ലോ ചോദിക്കാം. ഇനി അതിനകത്ത് ചിലപ്പോൾ എക്സാമ്പിൾ തന്നിട്ടും ചോദിക്കാം. ഫോർ എക്സാമ്പിൾ CO2, അതിനകത്ത് എപ്പോഴും റേഷ്യോ 3:8 ആയിരിക്കും. വിച്ച് ലോ ഈസ് ഒബെയ്ഡ്, അങ്ങനെയും ചോദിക്കും. ഇനി അവഗാഡ്രോ നമ്പർ ഇസ് ഈക്വൽ ടു ഡാഷ്. അപ്പൊ അവഗാഡ്രോ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 6.022 10⁻². ആ വാല്യൂ മാത്രം എഴുതിയാൽ മതി. 1 mole is equal to dash number of atoms. അവിടെ നമുക്ക് എഴുതേണ്ടത് അവഗാഡ്രോ നമ്പർ എന്നല്ല എഴുതേണ്ടത്, അവഗാഡ്രോ നമ്പറിന്റെ വാല്യൂ അവിടെ എഴുതണം. 1 AMU is equal to dash gram. എത്ര ഗ്രാം ആണ് നമ്മൾ നേരത്തെ ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ അതിന്റെ മൈനസ് ഇടുന്ന കാര്യം മറക്കരുത്. 1.66 × 10⁻24 ഗ്രാം. നമ്മൾ ഇവിടെ ഒന്ന് പഠിച്ചു വെച്ചതാണിത്. 1 AMU is equal to 1.66 × 10⁻24 ഗ്രാം. അത് ഓർത്തിരിക്കുക. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാവുന്ന ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ആറ്റോമിക് മാസ്, മോളിക്കുലാർ മാസ്, മോളാർ മാസ് ആൻഡ് ഫോർമുല മാസ്. അപ്പൊ നമ്മൾ ആറ്റോമിക് മാസ് എന്താണെന്ന് നമ്മൾ കണ്ടു, മോളിക്കുലാർ മാസ് എന്താണെന്ന് കണ്ടു, മോളാർ മാസ് എന്താണെന്ന് കണ്ടു, ഫോർമുല മാസ് എന്താണെന്ന് കണ്ടു. അപ്പൊ അതിന്റെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കുമ്പോൾ നമുക്ക് അതിന്റെ ഡെഫിനേഷൻസ് എഴുതണം. അടുത്തത് വാട്ട് ഈസ് ലിമിറ്റിംഗ് റിയേജന്റ്, ഗിവ് എക്സാമ്പിൾ. അപ്പൊ അത് മിക്കവാറും പരീക്ഷയ്ക്ക് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ അതിന്റെ ഡെഫിനേഷൻ നേരത്തെ ഒന്ന് പറഞ്ഞായിരുന്നു. ഗിവ് എക്സാമ്പിൾ. ഇപ്പൊ നമ്മൾ അമോണിയയുടെ സിന്തസിസിനകത്തുള്ള എക്സാമ്പിൾ നമ്മൾ കണ്ടു, അത് നമുക്ക് എഴുതാവുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം, പ്രോബ്ലംസ് റിലേറ്റഡ് ടു ലിമിറ്റിംഗ് റിയേജന്റ്, നമ്പർ ഓഫ് ആറ്റംസ്, നമ്പർ ഓഫ് മോൾസ് എക്സെട്ര. അതായത് നമ്മളിവിടെ ഫോർ എക്സാമ്പിൾ നമ്മൾ 52 യൂണിറ്റ് ഹീലിയം, അതിനകത്ത് എത്ര ആറ്റംസ് ഉണ്ട്, 52 ഗ്രാം ഹീലിയം എത്രയുണ്ട്, അങ്ങനെ നമ്മൾ കുറെ പ്രോബ്ലംസ് നമ്മൾ ക്ലാസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ പ്രോബ്ലംസ് പ്രധാനപ്പെട്ടതാണ്. അതുപോലെ ലിമിറ്റിംഗ് റിയേജന്റിനോട് ബന്ധപ്പെട്ടുള്ള പ്രോബ്ലം, ലിമിറ്റിംഗ് റിയേജന്റ് കണ്ടുപിടിക്കുന്നത് ഒരു കാര്യം, അതിന്റെ കൂടെ തന്നെ അത് വെച്ചിട്ട് എന്തുമാത്രം അമോണിയ ഉണ്ടാകും, അങ്ങനെയുള്ള പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതും ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട പ്രോബ്ലംസ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ വർഷത്തെ ഫോക്കസ് ഏരിയയുടെ ബേസിൽ നമുക്ക് യൂണിറ്റ് 1-ൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇതിലൂടെ ഒന്നുകൂടി കടന്നു പോകുമ്പോൾ ബാക്കി എല്ലാ പോർഷൻസും നമുക്ക് ക്ലിയർ ആകും. താങ്ക് യു.